ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ഉത്സാഹത്തോടെ, വളരെ സന്തോഷത്തോടെ തിരക്കുള്ളൊരു ദിവസമായിരുന്നിട്ടും അല്പസമയം മാറ്റിവെച്ച് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് പഠിപ്പാനൊക്കെ വളരെ ഉത്സാഹത്തോടെ കടന്നു വന്ന് എല്ലാ ദൈവമക്കളെയും ഓർത്ത് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ റോമാലേഖന പഠനത്തിലാണല്ലോ. നമ്മൾ മുൻപ് ചിന്തിച്ച കാര്യങ്ങളൊന്നും നമുക്ക് വീണ്ടും ചിന്തിപ്പാനായിട്ട് സമയമില്ല. തുടർന്ന് 2-ാം അധ്യായത്തിന്റെ 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്കിന്ന് തീർക്കണമെന്നാണ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. മീഖായുടെ പ്രവചനം 3-ാം അധ്യായം 10-11 വാക്യത്തിൽ യഹോവയായ ദൈവത്തിന്റെ നാവായ പ്രവാചകനായ മീഖ ഇസ്രായേലിനെ നോക്കിയിട്ട് ഇസ്രായേലിലെ അധിപന്മാരെ അല്ലെങ്കിൽ ഇസ്രായേലിലെ പരീശന്മാരെ, ഇസ്രായേലിന്റെ നേതാക്കന്മാരെ നോക്കിയിട്ട് മീഖ ഇപ്രകാരം പറയുകയാണ്. അതിന്റെ 9-11 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ന്യായം വെറുക്കുകയും ചൊവ്വുള്ളതൊക്കെയും വളച്ചു കളയുകയും ചെയ്യുന്ന അടി വായിച്ചുള്ളൂ. ന്യായം വെറുക്കുകയും ചൊവ്വുള്ളതൊക്കെയും വളച്ചു കളയുകയും ചെയ്യുന്ന യാക്കോബ് ഗൃഹത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗൃഹത്തിന്റെ അധിപന്മാരുമായുള്ളവരെ ഇത് കേൾപ്പി. അവർ സിയോനെ രക്തപാതകം കൊണ്ടും യെരൂശലേമിനെ ദ്രോഹം കൊണ്ടും പണിയുന്നു. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ ഉഴും, യെരൂശലേം കൽക്കുന്നുകളും ആലയത്തിന്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആയിത്തീരും. മതി. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് ഘടകവിരുദ്ധമായ പ്രവർത്തികൾ ഇസ്രായേലിന്റെ തലവന്മാരും ഇസ്രായേൽ ഗൃഹത്തിന്റെ അധിപന്മാരുമായിട്ടുള്ളവർ ചെയ്തിട്ട് അവർ പറയുകയാ, എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിലില്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല. ഇതാണ് ഒരു ഫോൾസ് അഷ്വറൻസ്, തെറ്റായ ധാരണ. ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിന് ഘടകവിരുദ്ധമായിട്ട് അവർ പ്രവർത്തിക്കുന്നു. എന്നിട്ട് അവര് ചിന്തിക്കുക, യഹോവയിൽ ചാരി, യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയോ, നമുക്ക് ഒരനർത്ഥവും വരികയില്ല. ഈ ഫോൾസ് അഷ്വറൻസിനെയാണ് അപ്പോസ്തലനായ പോൾ ഈ റോമാലേഖനത്തിലൂടെ ബ്രേക്ക് ചെയ്യുന്നത്. അവരുടെ അഹങ്കാരത്തെ, അവരുടെ കാപ്പട്യത്തെ തുറന്നു കാട്ടി അതിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങൾ എന്തിനാ പുകഴുന്ന? ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എന്താണ് യഹൂദന്റെ ഒരു ചിന്താധാര എന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാ യഹൂദൻ തന്നെ കുറിച്ച് ചിന്തിക്കുന്നത്? ഇതിനെ ഓരോന്നോരോന്നായിട്ട് അപ്പോസ്തലൻ തെളിവ് സഹിതം അവരെ ഒടിച്ചു കളയുകയാണ് ചെയ്തത്. യഹൂദൻ എന്ന പേര് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. 17-ാം വാക്യത്തിൽ, നീയോ യഹൂദൻ എന്ന പേര് കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവൻ. ഞാൻ യഹൂദൻ ദൈവത്താൽ പുകഴ്ച ലഭിച്ചവൻ. ആ പേരെന്തിനുണ്ട്? ദൈവവുമായിട്ട് പിതാക്കന്മാർ ചെയ്ത ഉടമ്പടിയുടെ അടയാളമായ പരിച്ഛേദന എന്ന ചിഹ്നം ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നവൻ, ന്യായപ്രമാണമുള്ളവൻ. ഹല്ലേലൂയ. ഞങ്ങൾ ദൈവത്തിന്റെ അടുത്ത ആൾക്കാരാ. അങ്ങനെയുള്ള ഞങ്ങളെ അപ്പോസ്തലനായ പൗലോസേ എങ്ങനെയാ ദൈവം ന്യായം വിധിക്കുന്നത്? We are exempted from judgment. അതാ അവര് പറയുന്നത്. ഞങ്ങൾ ന്യായവിധിയിൽ നിന്ന് എക്സംപ്റ്റഡ് ആ. ഇൻഫാക്ട് എന്താ അത് അർത്ഥമാക്കുന്നത്? We don't need gospel. അതല്ലേ എന്റെ അർത്ഥം? പോലെ അങ്ങ് പറയുന്ന ഈ ഗോസ്പൽ we don't need, ഞങ്ങൾക്ക് വേണ്ട. കാരണം we are exempted. ഞങ്ങൾ ദൈവത്തിന്റെ കോപത്തിലോ ദൈവത്തിന്റെ ന്യായവിധിക്കോ കീഴിലുള്ളവര്. കാരണം
ഞങ്ങൾ ദൈവത്തിന്റെ അടുത്ത ആൾക്കാരാ. വി ഡോണ്ട് നീഡ് ഗോസ്പൽ. ഇത് തന്നെയാ ദൈവവചനം പറഞ്ഞിട്ടുള്ള നാമധേയ രക്ഷിക്കപ്പെടാത്ത ദൈവമക്കളുടെ ആർഗ്യുമെന്റ് അല്ലേ? ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ ചർച്ച്, ഞങ്ങളുടെ ശുശ്രൂഷകൾ, ഞങ്ങൾ ചെയ്തു വന്നിരുന്നത്, ഹല്ലേലൂയ, ഇതെല്ലാം ഞങ്ങളെ ന്യായവിധിയിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കും, ബ്രദർ എന്താ ഈ പറയുന്നത്? ഹല്ലേലൂയ, എന്തുവാ ഡിഫറെന്റ് ആയിട്ടുള്ളത്? ബ്രദർ പറയുന്നു ഞങ്ങൾ പറയുന്നത് ഒന്നല്ലേ? ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒന്നല്ലേ? ബ്രദർ പറയുന്ന ആ ഗോസ്പൽ ഞങ്ങൾക്ക് വേണ്ട. ഒരു ഗ്രൂപ്പ് പറയുന്നത് അവര് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് വേറൊരു ശുദ്ധീകരണ സ്ഥലമുണ്ട്, അവിടെ ഇട്ട് ശുദ്ധീകരിച്ച് കയറ്റും. ശരിക്കും അതൊക്കെ അത് എത്ര വചനവിരുദ്ധമാണല്ലേ? ശരിക്കും അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കർത്താവിന്റെ കാൽവരി യാഗം പൂർണ്ണമല്ല എന്നല്ലേ അതിന്റെ അർത്ഥം? കർത്താവിന്റെ കാൽവരി യാഗം പൂർണ്ണമല്ല. ഹല്ലേലൂയ. അതാണ് ഗലാത്യ സഭയിലെയും ജനങ്ങൾ പറഞ്ഞത്, രക്ഷ പൂർണ്ണമല്ല. കാരണം നിങ്ങൾ വേറെ പരിച്ഛേദനയും കൂടെ ചെയ്യണം, എന്നാലേ രക്ഷ പൂർണ്ണമാകും. ശരിക്കും കർത്താവിന്റെ കാൽവരി യാഗത്തെ കുറച്ച് കാണിക്കുക. അങ്ങനെ ഒരു പഠിപ്പീരുണ്ടെങ്കിൽ, ശുദ്ധീകരണ സ്ഥലം പർഗട്ടറി ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ. അങ്ങനെയാ ജനങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഈ ഗോസ്പൽ, നിങ്ങൾ പറയുന്ന ഈ രക്ഷ, കൃപയാലുള്ള രക്ഷ, ഈ യഹൂദന്റെ ഈ ചിന്താഗതിയാ വളരെ റീസണബിൾ ആയിട്ട് ഇപ്പോൾ അതിനെ റെഫ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം അപ്പസ്തോലൻ ഈ ഫോൾസ് ആയിട്ടുള്ള ഈ തെറ്റായ ധാരണയെ അല്ലെങ്കിൽ ഫോൾസ് അഷുറൻസിനെ, അവരുടെ ധാരണ തെറ്റാണെന്ന് തെളിയിക്കുക. കാരണം അപ്പസ്തോലൻ ഇങ്ങനെ ഈ തന്റെ ശുശ്രൂഷ കാലത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പസ്തോലനായ പൗലോസേ, ഞങ്ങൾ യഹോവയായ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമല്ലേ? അതെ, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. അപ്പസ്തോലനായ പൗലോസേ, ജാതികളെ പോലെ അല്ലല്ലോ ഞങ്ങൾ. ജാതികൾക്ക് ദൈവത്തിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള വെളിപ്പാട് മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് പ്രത്യേകമായ സവിശേഷമായ വെളിപ്പാടില്ലേ? ന്യായപ്രമാണമില്ലേ? ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു വെളിപ്പാടുണ്ട്, നിങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്. ഹല്ലേലൂയ. ദൈവം പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളമായ പരിച്ഛേദന ചിഹ്നം ഞങ്ങൾ വളരെ സെറിമോണിയസ്ലി ആചരിക്കുന്നില്ലേ? അത് ഞങ്ങൾ ശരീരത്തിൽ വഹിക്കുന്നവരല്ലേ പൗലോസേ? ഹല്ലേലൂയ. അതെ, നിങ്ങൾക്ക് പരിച്ഛേദനയുണ്ട്, നിങ്ങൾ പരിച്ഛേദന എന്ന കർമ്മം ആചരിക്കുന്നവരാ. അപ്പോസ്തലനെ, ഞങ്ങളൊരു കവനന്റ് പീപ്പിൾ അല്ലേ? ഞങ്ങളൊരു ഉടമ്പടിക്കകത്തുള്ള ജനമല്ലേ? പിന്നെ എങ്ങനെയാണോ പറയുന്നത് ഞങ്ങൾ ദൈവത്തിന്റെ ന്യായവിധിക്ക് കീഴിലാണ്, ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലാണ്? ഇതൊക്കെ അപ്പസ്തോലന് ഫേസ് ചെയ്ത ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങള് അപ്പസ്തോലൻ ഇങ്ങനെ ഇമാജിനേറ്റ് ചെയ്ത് എഴുതുന്നതല്ല. നമ്മൾ അപ്പസ്തോല പ്രവർത്തികൾ വായിക്കുമ്പോൾ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസിന്റെ ഒരു മിഷനറി അല്ലെങ്കിൽ ശുശ്രൂഷ പാറ്റേൺ എന്ന് പറയുന്ന, ഒരു സ്ഥലത്തേക്ക് താൻ ചെന്നാൽ അവിടുത്തെ യഹൂദന്റെ പള്ളിയിലേക്ക് ആദ്യം പോകും. അവിടെ ആ പള്ളിയില് അതിന്റെ പിറകിൽ വന്നിരിക്കും സിനഗോഗിൽ. ഇവരുടെ ഈ വേഷവും ഈ രീതിയെ കാണുമ്പോൾ അവർക്കറിയാം ഇതൊരു റബി ആണെന്നുള്ളത്. ഹല്ലേലൂയ. അവര് എന്തെങ്കിലും പ്രബോധനം ഉണ്ടോ എന്ന് ഈ വന്നേക്കുന്നവരോട് ചോദിക്കും. അപ്പോ അപ്പസ്തോലൻ എഴുന്നേറ്റ് വന്ന് അവരോട് സംസാരിക്കും. അപ്പസ്തോല പ്രവൃത്തികൾ 7:1 വായിക്കുന്നത്, അവർ അംഫിപോലിസിലും 17:1 അപ്പലോന്യയിലും കൂടി കടന്ന് തെസലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. വാദിച്ചു എന്ന് വെച്ചാൽ എന്താ അർത്ഥം?
റീസൺ ചെയ്തു. ചോദ്യങ്ങൾ അവർ ചോദിച്ചു, ആൻസർ കൊടുത്തു. ചോദ്യങ്ങൾ ഉത്തരം. അതാ അപ്പോ അപ്പസ്തോലന്റെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനത്തെ താൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതാ ഇവിടെ ഇത് ഒരു ഇമാജിനേറ്റീവ് ആയിട്ട് എഴുതുന്നതല്ല, താൻ ജീവിതത്തിൽ ഫേസ് ചെയ്ത കാര്യങ്ങളാണ്. അവർ വാദിച്ചു. 7:17 വന്നാൽ 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 1:17 അവൻ പള്ളിയിൽ വെച്ച് അവൻ ഞങ്ങൾ 17-ാം വാക്യം 1-ാം അധ്യായം 1-ാം വാക്യം 17-ാം അധ്യായം 17-ാം വാക്യം അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. റീസൺഡ് വിത്ത് ദം, ഡയലോഗ്, അവരുമായിട്ട് സംസാരിച്ചു, ചോദ്യ ഉത്തരം രീതിയിൽ. ഹല്ലേലൂയ. 18-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 18:4. ഹല്ലേലൂയ. 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. മതി. ഹല്ലേലൂയ. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് അപ്പസ്തോലൻ ഇവരോട് സംവാദിച്ചു. എന്തുവാ സംവാദിച്ചത്? യേശു മശീഹ എന്ന് സംവാദിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളും ന്യായവിധിക്ക് കീഴെയാണ്, ദൈവത്തിന്റെ കോപത്തിന്റെ കീഴെയാണ്, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുന്നത്, കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണം. ലോകത്തിന്റെ രക്ഷകനായിട്ടാണ് കർത്താവ് വന്നത്. ഹല്ലേലൂയ. അതിൽ യവനെന്നോ യഹൂദനെന്നോ ഇല്ല. ഇതൊക്കെ അവരോട് പറഞ്ഞു. ഇതൊക്കെ അവരോട് യേശു തന്നെ മിശിഹ എന്ന്. അപ്പോ ഇത് കേട്ടപ്പോൾ ഒരുപക്ഷെ ഈ യഹൂദന്മാര് നിങ്ങൾ ദൈവത്തിന്റെ കോപത്തിന്റെ കീഴാണെന്ന് പറഞ്ഞപ്പോ അവർക്ക് സഹിച്ചു കാണത്തില്ല. ഇന്ന് ചില പെന്തക്കോസ്തുകാരോട് പറഞ്ഞാൽ അവർക്ക് സഹിക്കത്തില്ല, അല്ലേ? സഹിക്കത്തില്ല. അപ്പോസ്തലനെ ജാതികളെ, ദോസ് ജെന്റൈൽ ഡോഗ്സ്, ഇതാ അവരുടെ ഒരു കോൺസെപ്റ്റ് ജെന്റൈൽസിനെ കുറിച്ച്. അവരെ ജെന്റൈൽ ഡോഗ്സ് എന്ന് വിളിക്കുന്നു. യഹൂദൻ ജാതികളെ കുറിച്ച് കരുതിയിരിക്കുന്നത് ഇങ്ങനെയാ, അവരെ ദൈവം നരകത്തിന്റെ ഫ്യൂവൽ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. നരകത്തിന്റെ ഫ്യൂവൽ, കെടാതെ കത്തുന്ന നരകത്തിന്റെ ഫ്യൂവൽ. they are created for fuel for eternal hellfire. ആ ഒരു കോൺസെപ്റ്റാ യഹൂദന് ജാതികളെ കുറിച്ചുള്ളത്. അങ്ങ് എന്താ ഈ പറയുന്ന? ഞങ്ങളെ ഈ ജാതികളെ പോലെ ന്യായം വിധിക്കുമെന്നോ? ഇതാണ് അവരുടെ ആ ഒരു തിങ്കിങ്. ഹല്ലേലൂയ. ഇതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് 2-ാം അധ്യായത്തിന്റെ 17 മുതൽ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വരെ അപ്പസ്തോലൻ റോമാലേഖനത്തിൽ നാം കാണുന്നു. ഈ ഭാഗം വരെ ഇതിനെ ഖണ്ഡിക്കുക ചെയ്തത്. നമ്മൾ അതിന്റെ 17-ാം വാക്യമാണ് പഠിച്ചു തുടങ്ങിയത്. ഞാൻ അന്നേരം നിങ്ങളോട് പറഞ്ഞിരുന്നു 17 മുതൽ 24 വരെ ഈ അപ്പസ്തോലൻ ഫേസ് ചെയ്ത ചോദ്യങ്ങളിൽ മുഴങ്ങി നിന്നത് ഞങ്ങൾക്ക് ലഭിച്ച ന്യായപ്രമാണം, ഞങ്ങൾക്ക് ലഭിച്ച ഉടമ്പടിയുടെ ചിഹ്നമായ പരിച്ഛേദന. ഇതിലാണ് ഇവർ ഊറ്റം കൊണ്ടുകൊണ്ടിരുന്നത്. ഇതിലാണ് ഇവരുടെ ആ ഒരു, ഇത് രണ്ടിനെയും അപ്പസ്തോലൻ റിഫ്യൂട്ട് ചെയ്യും. 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തെ അതിനോട് യഹൂദനുള്ള ബന്ധവും ആ ബന്ധത്തോട് യഹൂദന്റെ റെസ്പോൺസും, അതാ 17 മുതൽ 24 വരെ. യഹൂദനും ന്യായപ്രമാണവും. 25 മുതൽ 29 വരെ പരിച്ഛേദന എന്ന ആ അടയാളത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അതിന്റെ 17-ാം വാക്യത്തിൽ ചിന്തിച്ചു. ഈ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അതൊരു ഹോംവർക്ക് ആയിട്ട് തരികയാണ്. അവിടെ ഈ യഹൂദനും ന്യായപ്രമാണവും തമ്മിലുള്ള ബന്ധത്തെ കാണിപ്പാനായിട്ട് ഏതാനും 7-8 ക്രിയാപദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുക.
വെർബ്സ് ഉപയോഗിച്ച അത് അപ്പസ്തോലൻ. ഒന്നാമത്തെ നോക്കിക്കേ, 17-ാം വാക്യത്തിൽ ഒന്നാമത്, നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും, യു കോൾ യുവർ സെൽഫ് എ ജൂ. നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞ ആഴ്ച. യു കോൾ യുവർ സെൽഫ് എ ജൂ. രണ്ടാമത്, യു റിലൈ ഓൺ ദ ലോ, മൊസൈക് ലോ. നീ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നു. യു റിലൈ, ഡിപ്പെൻഡ്. എങ്ങനെ ആശ്രയിക്കുന്നത്? ഹല്ലേലൂയ. അവരുടെ പഴയ കാലത്തേക്ക് നോക്കുമ്പോൾ പിതാക്കന്മാർ, പെട്ടകം ചുമന്ന പിതാക്കന്മാർ യോർദാനിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ വെള്ളം രണ്ടായി പോയതുപോലെ ഇതൊരു മാജിക്കലായിട്ട് ഞങ്ങളെ സേഫ് ആക്കി രക്ഷിക്കുമെന്ന് ഇവർ കരുതിയ. അങ്ങനെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ നിലയിലുള്ള ഒരു ഫോൾസ് ഡിപ്പെൻഡൻസി ഓൺ ദ ലോ. അതാ രണ്ടാമത്. ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും. ദൈവത്തിൽ പ്രശംസിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൽ പ്രശംസിക്കുന്നത് ദൈവത്തെ ബഹുമാനിക്കാനായിട്ടല്ല, സ്വയം പുകഴാനായിട്ടല്ല. സ്വയം പുകഴാൻ. ദൈവത്തിൽ പ്രശംസിക്കുന്ന കർത്താവ്, പ്രശംസിക്കുന്നവൻ കർത്താവ്. 1 കൊരിന്ത്യ ലേഖനം 1:30-31 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. 30-31 1 കൊരിന്ത്യ ലേഖനം, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കണം, പക്ഷേ അത് സ്വയം പുകഴാനായിട്ടായിരിക്കരുത്. അതല്ലേ 1-ാം അധ്യായം കൊരിന്ത്യ ലേഖനം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1:12 എന്താ വായിക്കുന്നത്? നിങ്ങളിൽ ഞാൻ പോളിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു. അതെന്താ അങ്ങനെ? അത് ദൈവത്തിൽ പ്രശംസിക്കുന്നതല്ല. അത് സ്വയം, ഞാൻ പൗലോസിന്റെ, ക്രിസ്തുവിന്റെ, അപ്പൊല്ലോസിന്റെ. ഇത് ദൈവത്തെ ബഹുമാനിക്കാനായിട്ടല്ല, സ്വയം ബഹുമാനിക്കാനായിട്ട്. നമുക്കുമില്ലേ അങ്ങനെ? നമുക്കുമില്ലേ? ഹല്ലേലൂയ. നമുക്കുമുണ്ട് അങ്ങനെ. നമ്മുടെ പാരമ്പര്യം, നമ്മൾ വന്ന കുടുംബം, നമ്മൾ പോകുന്ന ചർച്ച്. ഹല്ലേലൂയ. ഞാൻ ഇന്ന ചർച്ചില, ഞങ്ങളുടെ അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന് ഇന്ന ദൈവദാസന, അതിലൊക്കെ ഊറ്റം കൊള്ളുന്നുണ്ട്. ഹല്ലേലൂയ. നാലാമത് ആ ഭാഗത്തേക്ക് വരികയാണ്. നമ്മൾ ആ വാക്യം ഒന്ന് പറഞ്ഞ്, ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുകയാൽ. ജീവനോട് പറയുക, യഹൂദനെ, യു ലേൺ ഫ്രം ദ ലോ. നീ ദൈവ വചനം പഠിക്കുന്നു, ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുന്നു. ഹല്ലേലൂയ. അഞ്ചാമത്, അവന്റെ ഇഷ്ടം നിനക്കറിയാം. ന്യായപ്രമാണത്തിൽ നിന്ന് നീ പഠിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടം അറിയാം. അത് മാത്രമല്ല, നിനക്ക് ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നു. നീ നിനക്ക് ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ, നല്ലതേത് തീയതേത് നിനക്കറിയാം. എത്രയോ കാര്യങ്ങളാണ് അവരെ യഹൂദനെ കുറിച്ച് പറയുന്നത്. യഹൂദൻ എന്ന പേർ കൊണ്ടു ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിൽ പ്രശംസിക്കുന്നു, ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുന്നു, അവന്റെ ഇഷ്ടം നീ അറിയുന്നു, ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നു. ഈ ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുന്നു പറയുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ പ്രിയരെ. There is nothing above the word of God. നമ്മൾ ഡിസീവ്ഡ് ആവരുത്. ഒരു കൃപാവരമോ, ഒരു പ്രവചനമോ, ഒരു ദൂതോ ഒന്നും ദൈവവചനത്തിന് മുകളിലല്ല. വ്യക്തമാക്കിക്കൊണ്ടേ. നമ്മളല്ലെങ്കിൽ കബളിക്കപ്പെട്ടു പോവും. ഹല്ലേലൂയ. കബളിക്കപ്പെട്ടു പോവും. ഒരു പ്രവാചകൻ വന്ന് പ്രവചിച്ചാലും ബറോവയിലെ സഭയെ പോലെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് ദൈവവചന അടിസ്ഥാനമുള്ളതാണോ? ഇല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ഹല്ലേലൂയ. ഒരുപാട് എക്സാമ്പിൾ നമുക്കറിയാം. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ എക്സാമ്പിൾ ഉണ്ടായിരിക്കാം.
ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 14-16 വാക്യങ്ങളിൽ ശൗൽ രാജാവിന്റെ അടുക്കൽ വന്നിട്ട് ശമൂവേൽ പ്രവാചകൻ പറയുകയാ, എന്താ പറയുന്നത്? 15-ാം അധ്യായം 14-16 വാക്യങ്ങളിൽ, അതിന് ശമൂവേൽ, എന്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കറയും എന്തെന്ന് ചോദിച്ചു. അവയെ അമാലേക്യരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ഹല്ലേലൂയ. അനുസരണം യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സുകളെക്കാളും. ശമൂവേൽ പറയുകയാ, ശൗലേ, എന്താണ് ദൈവം പറഞ്ഞത്? പക്ഷെ നീ എന്താ ചെയ്തത്? നിനക്ക് നല്ലതെന്ന് തോന്നുന്നതല്ല, വചനം എന്ത് പറയുന്നു അതാ പ്രിയരെ ഇമ്പോർട്ടന്റ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് നല്ലതും ചീത്തയും സെലക്ട് ചെയ്യുവാനായിട്ടല്ല. അത് ഈ ലോകക്കാരും ചെയ്യും. നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്വർഗീയമായത്, അതിശ്രേഷ്ഠമായതിലേക്കാ. അതെവിടെയാ വെളിപ്പെട്ടിരിക്കുന്നത്? അത് ഈ വചനത്തിലാ വെളിപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ശമൂവേൽ, ഞാൻ ആ ഭാഗം വായിച്ചപ്പോ എന്നിട്ട് ശമൂവേൽ പറയുന്നൊരു ഭാഗമുണ്ട്. അവയെ അമാലേക്യരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും മേത്തരമായവയെ. ആ വാക്യം ഒന്ന് കേട്ടേ. ആരുടെ ദൈവമായ യഹോവേ? ശമൂവേലിനോട് ശൗല് പറയുക, നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പം. ആരാ പറയുന്നത്? ആരാ ഇവനെ രാജാവാക്കി വെച്ചത്? ആരാ ഇവനെ എത്രത്തോളം നടത്തിയത്? എന്നിട്ട് ഇപ്പൊ പറയുക, നിന്റെ ദൈവം. എനിക്കത് അത് വായിച്ചപ്പോൾ ഭയങ്കര പെയിനായി പോയി. ശൗല് പറയുക, നിന്റെ ദൈവമായ യഹോവ. ഇവൻ ആരായിരുന്നു? ഇവനെ എത്രത്തോളം കൊണ്ടുവന്നത് ആരാ? ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയി, ദൈവവുമായിട്ടുള്ള ബന്ധം പോയി. ഹല്ലേലൂയ. വചനവുമായിട്ടുള്ള ബന്ധം പോയാൽ ദൈവവുമായിട്ടുള്ള, പിന്നെ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ പറ്റിയില്ല. പ്രിയരെ, ശൗല് പിന്നെ എവിടെയാ പോയത്? വെളിച്ചപ്പാടത്തെ അടുക്കൽ അല്ലെ? എന്താ ദൈവം വെച്ചിരിക്കുന്ന പ്രമാണം? ഉറീമും തുമ്മീനും അല്ലേ? ഹല്ലേലൂയ. പക്ഷെ അത് വിട്ട് വെളിച്ചപ്പാടത്തിലേക്ക് പോവുക. കാരണം ദൈവമായിട്ട് റിലേഷൻഷിപ്പ് പോയി. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും വചനമായി ഇമ്പോർട്ടന്റ്. വചനവുമായിട്ട് ബന്ധമില്ലാത്തവരാ ഈ മറ്റുള്ളതിന്റെ പുറകെ പോകുന്നത്. വചനമായിട്ട് നമുക്ക് ബന്ധം പറയണം പ്രിയരെ. ഹല്ലേലൂയ. വചനമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വ്യക്തമായി സംസാരിക്കും, കൃത്യമായി സംസാരിക്കും. ഒരു പ്രവാചകനും സംസാരിക്കേണ്ടാവും. എന്റെ പ്രിയരെ, നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ ദൈവം നേരിട്ട് നമ്മളോട് സംസാരിക്കുമെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. ഡോണ്ട് ഡിപെൻഡ് ഓൺ ദി സോ കോൾഡ് പ്രോഫറ്റ്സ്. ഹല്ലേലൂയ. അവർ ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുന്നു. ഈ ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുമ്പോൾ എന്താ പ്രയോജനം എന്നാ അതിന്റെ താഴെ. ഹല്ലേലൂയ. എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റും? ന്യായപ്രമാണ ദൈവവചനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് മനസ്സിലാക്കാൻ, കള്ള നാണയത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് എല്ലാം കേൾക്കരുത്. ഹല്ലേലൂയ. നല്ലത് കേട്ടാൽ നമുക്ക് ഒന്നുകിൽ നാം ഒരുവനെ നിത്യതയിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക് കൊണ്ടു. നമ്മൾ എന്ത് കേൾക്കുന്നു? ശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. കൃത്യമായിട്ട് നമ്മൾ കേൾക്കണം എന്റെ പ്രിയ. അത് തന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ 1:10 അപ്പോസ്തലനായ പൗലോസും പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 1:10 ഇപ്രകാരം പോൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലരും ഇടർച്ചയില്ലാത്തവരും. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തൊരു അവിടെ പറഞ്ഞിരിക്കുന്നത് വിവേചിക്കും. ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിങ്ങൾക്ക് ലഭിച്ചു. ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം. എന്താ ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം? അതായത് അല്പബുദ്ധികളെ
ജ്ഞാനിയാക്കും. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ചർച്ചകളിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, ചില അമ്മച്ചിമാര് ചില അപ്പച്ചന്മാര് എഴുന്നേറ്റ് നിന്ന് പ്രബോധനമൊന്നുമില്ല, അവരെഴുന്നേറ്റ് നിന്ന് ഒരു വചനം പറയുമ്പോൾ ഒരു ഇലക്ട്രിഫൈങ് എക്സ്പീരിയൻസ് ആ കേട്ടിരിക്കുന്നവർ. ഷോക്ക് അടിച്ചു പോലെ തോന്നും. അതാണ് വചനം, ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം. ഒന്നും പ്രസംഗമൊന്നും വേണ്ട, വെറുതെ ഒരു വചനം വായിച്ചാൽ മതി. ചില സമയത്ത് ഞങ്ങളുടെ ചർച്ചയിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ചില പുരുഷന്മാർ എഴുന്നേറ്റ് നിന്ന് ആ വചനം ഒന്ന് വായിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, എന്തോ ഒരു ഇലക്ട്രിഫൈങ് എക്സ്പീരിയൻസ്. ഹല്ലേലൂയ. ഇത് അവനെ കുറിച്ച് പറഞ്ഞിട്ട് താഴോട്ട് നിങ്ങൾ വന്നേ. ഹല്ലേലൂയ. ഇവ നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് യഹൂദനോട് പറയുക, അപ്പോസ്തലൻ പറയുക, യഹൂദനെ നീ കുരുടർക്ക് വഴി കാട്ടുന്നവർ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്നുറച്ചുമിരിക്കുന്നുവെങ്കിൽ. അത് അവരുടെ ഒരു പദവിയാട്ടോ, അത് ഇവരുടെ ഒരു പദവിയാ. അത് യെശയ്യാവിന്റെ യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവം ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പദവിയാ. 2-ാം അധ്യായത്തിൽ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന പദവിയാ. അവർക്ക് പ്രമാണത്തിന്റെ വെളിപ്പാട് കൊടുത്തു, ദൈവത്തിൽ പ്രശംസിക്കാം. ഹല്ലേലൂയ. അവർക്ക് ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപമാണെന്ന് വചനം ലഭിച്ചു, നന്മ തിന്മയെ തിരിച്ചറിയുവാനുള്ള കൃപ ലഭിച്ചു. അതുകൊണ്ട് ഇവർ കുരുടർക്ക് വഴി കാട്ടുന്നവർ. യെശയ്യാവിന്റെ പ്രവചനം 42-ാം അധ്യായം 6-7 വാക്യങ്ങളാണ്. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ചു നിന്നെ കാക്കും, നിന്റെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഇത്രയും പറഞ്ഞിട്ട് Paul turns the table against them. വായിച്ചേ. ഇത്രയും പറഞ്ഞിട്ട് പോൾ അവരോട് പറയുക, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്താ? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ, ദൈവത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? ന്യായപ്രമാണവുമായിട്ടുള്ള യഹൂദന്റെ ബന്ധം അപ്പസ്തലൻ പറഞ്ഞു വന്നിട്ട് അവരെ നോക്കിയിട്ട് നീ ഒന്ന് നിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്നവർക്ക് കുരുടർക്ക് കഴിവാട്ടിയും അല്ലെ, അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് വെളിച്ചവും, മൂടർക്ക് അല്ലെ മൂടനെ പഠിപ്പിക്കുന്നവനും ശിശുക്കൾക്ക് ഉപദേഷ്ടാവുമല്ലേ ആക്കിയില്ല നിന്നെ വെച്ചിരിക്കുന്നത്. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? നിനക്ക് ന്യായപ്രമാണത്തിൽ ഭയങ്കര പുകഴ്ചയാണല്ലോ, നീ ന്യായപ്രമാണത്തിൽ ഭയങ്കര ഊറ്റം കൊള്ളുകയാണല്ലോ. What are you doing? അവരുടെ കണ്ണുകളെ തുറപ്പിക്കത്ത രീതിയിൽ അപ്പോസ്തലനായ പൗലോസ് ആ ന്യായപ്രമാണം എന്ന ടേബിൾ തന്നെ അവർക്കെതിരെ തിരിക്കുക. സോ therefore അതുകൊണ്ട് നീയും ന്യായവിധിയുടെ കീഴില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് നീയും ദൈവത്തിന്റെ കോപത്തിന്റെ കീഴില്ല. നിനക്കൊരു എക്സ്ക്യൂസും ഇല്ല. യു ആർ നോട്ട് എക്സെപ്റ്റഡ്. ഹല്ലേലൂയ. ഇവർ ഉപദേശിക്കുന്നുണ്ട്, പക്ഷെ ജീവിക്കുന്നില്ല. ഇന്ന് എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ, ടു സർട്ടൻ എക്സ്റ്റെന്റ്, വേർപെട്ട സഭകൾക്ക് പറ്റിയിരിക്കുന്ന ഒരു അപജയം ഇതാ.
ഉപദേശമുണ്ട്, ജീവിതമില്ല. ജീവിക്കുന്ന സുവിശേഷമാകാൻ പറ്റുന്നില്ല പലർക്കും. ക്ഷമിക്കാനോ പൊറുക്കാനോ സഹിക്കാനോ ഇതൊന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് അവിടെയൊന്നും സുവിശേഷം ജീവിക്കുന്നില്ല. ഹല്ലേലൂയ. ന്യായപ്രമാണം നിനക്കില്ലാത്തതോ ന്യായപ്രമാണം നിന്റെ കയ്യിൽ ഇല്ലാത്തതോ ഒന്നുമല്ല പ്രശ്നം. നിന്റെ പ്രശ്നം നീ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് യഹൂദനെ നീയും ഈ ന്യായവിധിക്ക് കീഴില്ല. ഇതാണ് ആ 24 വരെയുള്ള വാക്യങ്ങളിൽ അപ്പസ്തലൻ. ഇനി നിങ്ങൾ അതൊന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് സ്ലോലി ഒന്ന് വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഹല്ലേലൂയ. എന്നിട്ട് 25-ാം വാക്യം മുതൽ 29 വരെയുള്ള വാക്യം രണ്ടാമത്തെ അവർ ഊറ്റം കൊള്ളുന്ന രണ്ടാമത്തെ പോയിന്റ് പരിച്ഛേദന, സർക്കംസിഷൻ. നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചതോ പരിച്ഛേദന ചെയ്യുന്നതോ ഇതൊന്നും ന്യായവിധിയിൽ നിന്ന് നിങ്ങളെ ഒഴികഴിവുള്ളവരാക്കുന്നില്ല. എന്റെ പ്രിയരെ, എന്താ ഈ പരിച്ഛേദന? പരിച്ഛേദന എന്താ? അബ്രഹാം പിതാവുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണ് അല്ലേ? ഉൽപ്പത്തി പുസ്തകം 17:9 നമുക്കൊന്ന് വായിച്ചാലോ? ഒന്ന് അവിടെ ഒന്ന് വായിച്ചിട്ട് പോകുന്നതായിരിക്കുന്നല്ലേ? ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യം. ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിയും എന്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആവിത്. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. ദൈവം അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയുടെ ഒരു അടയാളമാണ്, ഒരു ചിഹ്നമാണ് പരിച്ഛേദന. ഈ പരിച്ഛേദനയെ കുറിച്ചും ഈ ഉടമ്പടികളെ കുറിച്ചും ഒരു സാധാരണ യഹൂദൻ വായിച്ചിട്ടുള്ള അറിവില്ല. കാരണം എല്ലാവർക്കും വായിക്കാനായിട്ട് കിട്ടുന്നില്ല. ഇന്ന് നമ്മളുടെ കയ്യിൽ ഈ പുസ്തകം ഉള്ളതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിവിജ്വൽ കോപ്പി ആർക്കുമില്ല. അതുകൊണ്ടാണ് ഉപദേഷ്ടാക്കന്മാരെ ഇസ്രായേലിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ മത്തായി സുവിശേഷം വായിക്കുമ്പോൾ 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ വായിക്കണ്ട, അവിടെ കേട്ടിട്ടില്ലയോ 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 എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ കേട്ടതല്ല ശരി. അതുകൊണ്ടാണ് ആ മലയിലെ പ്രസംഗത്തിൽ കർത്താവ് കൃത്യമായിട്ട് അതെന്താന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടതും നിങ്ങൾ മനസ്സിലാക്കിയും നിങ്ങൾക്ക് മനസ്സിലാക്കി ചെന്നതും കൊല്ലരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കിയതും എന്താണ് ദൈവം കൊടുത്തപ്പോൾ ആഗ്രഹിച്ചതും എന്താണെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുക മലയിലെ പ്രസംഗത്തിൽ 5, 6, 7 അധ്യായങ്ങൾ. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഇപ്രകാരം ഇത് കേട്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ പാറമേൽ പണിത വീണ് പണിതവനെ പോലെയാവും. അപ്പൊ ഇവര് കേട്ടിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. ഇവർക്ക് അതിനെക്കുറിച്ചുള്ള വായിച്ചറിവില്ല. ഈ ഉപദേഷ്ടാക്കന്മാർ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ എന്താണെന്നറിയോ? A Jew who is being circumcised, പരിച്ഛേദന ഏൽക്കപ്പെട്ട ഒരു യഹൂദൻ will never ever descend to Gehenna. ഇതാ അവർ പഠിപ്പിച്ചത്. അതായത് ശരീരത്തിൽ പരിച്ഛേദന ഏൽക്കപ്പെട്ട ഒരു യഹൂദൻ ഒരിക്കലും കെടാത്ത തീയുള്ള എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഗഹന്നയിലേക്ക്, നരകത്തിലേക്ക് പോകത്തില്ല. ഹല്ലേലൂയ. ഇതാണ് അവരുടെ പഠിപ്പിച്ചത്. ഇങ്ങനെയാണ് അവർ പഠിപ്പിച്ചിരുന്നത്. പറഞ്ഞില്ല, ഫോൾസ് ടീച്ചിങ്, ഫോൾസ് അഷ്വറൻസ് ആണ് ഇന്ന്. ഇത് തന്നെയല്ലേ നമുക്കിന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നാമധേയ കൂട്ടായ്മകളിൽ കാണാൻ പറ്റുന്നത്. ഇത് തന്നെയല്ലേ? ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും എൻ്റെ പേരൻസിനോട് സുവിശേഷം പറയുമ്പോൾ അവര് പറയും ഞങ്ങൾ പോകും. ഓൺ വാട്ട് ബേസിസ്? അവരെങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങൾ ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പ്രദക്ഷിണത്തിന് പോകുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്, മെഴുകി കത്തിക്കുന്നുണ്ട്, കഴുന്നെടുക്കുന്നുണ്ട്, പാച്ചോറ് തിന്നുന്നുണ്ട്, നേർച്ച ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ പിന്നെ സഭ അനുശാസിക്കുന്ന കൂദാശ ക്രമങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ബേസ്.
അതുകൊണ്ട് അവരും ഒരു ഫോൾസ് ധാരണയില്ല, ഞങ്ങളും പോകും. അതുകൊണ്ടാ സുവിശേഷം പറയേണ്ടതിന്റെ ആവശ്യകത. ബിക്കോസ് ദേ ഹാവ് ബീൻ ഡിസീവ്ഡ്. അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ആ സുവിശേഷം, അതുകൊണ്ട് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ കാലത്ത് ശ്രേഷ്ഠം. ഹല്ലേലൂയ. ഇവർക്ക് പറ്റിയ എന്താണെന്നറിയോ? ഈ ഉടമ്പടിയുടെ അടയാളമായ ചിഹ്നത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ ഉടമ്പടിയുടെ ചിഹ്നത്തിന്റെ പിറകിൽ വ്യാപരിക്കുന്ന പ്രമാണത്തിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അത് അവർക്ക് പറ്റും. ഈ ചിഹ്നത്തിന് ഭയങ്കര പ്രാധാന്യമാണ്. ആ ചിഹ്നത്തിന്റെ ആ കർമ്മം വളരെ സെറിമോണീസ്ലി ഇവർ ചെയ്യും. പക്ഷെ എന്തിന്റെ അടയാളമായിട്ട് ചിഹ്നം കൊടുത്തിരിക്കുന്നത് അത് പ്രമാണിക്കുന്നില്ല. അത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് യഹൂദനെ നരകത്തിലേക്ക് വിടാതിരിക്കാനായിട്ടുള്ള ഒരു സേഫ്റ്റി മെക്കാനിസം. ഇങ്ങനെയാ പഠിപ്പിച്ചത്, ഇങ്ങനെ അവര് മനസ്സിലാക്കിയിരുന്നു. ഹല്ലേലൂയ. ഈ അബദ്ധധാരണയെ രണ്ടാമത് അപ്പോസ്തലൻ 25-ാം വാക്യത്തിലൂടെ ഖണ്ഡിക്കുന്നത്. 25-ാം വാക്യം നമുക്കൊന്ന് വായിച്ചാലോ? റോമർ 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണ ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. ഇവിടെ പറയുക, അപ്പോസ്തലൻ ഈ ഉടമ്പടിക്കെതിരെയോ പരിച്ഛേദനക്കെതിരെയോ ഒന്നുമല്ല സംസാരിക്കുന്നത്. അതിനെ അംഗീകരിക്കാതിരിക്കുകയോ അതിനെ റെഫ്യൂട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. He doesn't refute. കാരണം പോൾ believes that ഉടമ്പടി ദൈവത്തിൽ നിന്ന്, പരിച്ഛേദന ദൈവത്തിൽ നിന്ന് പോൾ വിശ്വസിക്കുന്നു. അതിനെ റെഫ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതിനെ ഇത്ര പ്രാധാന്യമായിട്ട് നിങ്ങൾ കാണുന്നുവെങ്കിൽ ഇതിന്റെ പിറകിൽ വ്യാപരിക്കുന്ന പ്രമാണം അനുസരിപ്പാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഈ പ്രമാണം ആചരിപ്പാൻ, ഈ പ്രമാണം ജീവിപ്പാൻ ബാധ്യസ്ഥരാ. ഇതാ പോൾ അവരോട് പറയുന്നത്. അല്ലെങ്കിൽ your circumcision is useless. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. 5:3 ഗലേഷ്യൻസ് 5:3. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നു. യു ആർ ഒബ്ലൈഡ് ടു ഫുൾഫിൽ ദ ലോ. ഹല്ലേലൂയ. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണ ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ഞാൻ ആ 25-26 വാക്യങ്ങൾ എങ്ങനെയാന്ന് പറയാവേ, ശ്രദ്ധിച്ചോളൂ. യഹൂദൻ പരിച്ഛേദന മൈനസ് അനുസരണം. കൃത്യമായിട്ട് വരണേ. യഹൂദനെ സംബന്ധിച്ചിടത്തോളം പോൾ പറയുക, നിങ്ങൾക്ക് പരിച്ഛേദനയുണ്ട്, അനുസരണമില്ല. ഈസ് ഈക്വൽ ടു അഗ്രചർമ്മം. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾക്ക് പരിച്ഛേദനയുണ്ട് പക്ഷെ അനുസരണമില്ല, അതുകൊണ്ട് നിങ്ങൾ അഗ്രചർമ്മമുള്ളവരെ പോലെയാ. 26-ാം വാക്യത്തിലേക്ക് പറയുമ്പോ അപ്പോസ്തലൻ പറയുക, അവർക്ക് അനുസരണമുണ്ട്, പരിച്ഛേദനയില്ല. ഈസ് ഈക്വൽ ടു പരിച്ഛേദന. മനസ്സിലായോ നിങ്ങൾക്കത്? മനസ്സിലായില്ല? പോൾ പറയുന്നതാണ്, യഹൂദനെ നോക്കിയിട്ട് നിങ്ങൾക്ക് പരിച്ഛേദന എഴുതിയിട്ടുണ്ട് നിങ്ങൾ, പക്ഷെ അനുസരണയില്ല, പ്രമാണം അനുസരിക്കുന്നില്ല, അതുകൊണ്ട് അഗ്രചർമ്മിയെ പോലെയാ, ജാതിയെ പോലെയാ നീ. മനസ്സിലായോ? രണ്ടാമത് 26-ാം വാക്യത്തിൽ പോൾ പറയുക, ഒരു ഗ്രൂപ്പിന് അനുസരണമുണ്ട് പക്ഷെ അവന് പരിച്ഛേദനയില്ല. ഈസ് ഈക്വൽ ടു പരിച്ഛേദന. മനസ്സിലായോ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ഉടമ്പടി അനുസരിക്കുന്നതിന്റെ അടയാളമാ പരിച്ഛേദന. ഇതാ പോളോടെ 25-26 വാക്യങ്ങളിൽ ഒന്നുകൂടെ ഞാനത് വായിക്കാം. ഹല്ലേലൂയ. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന യൂസ്ഫുള്ളാ.
അതാണ് പറഞ്ഞത്. പരിച്ഛേദന മൈനസ് അനുസരണം ഈസ് യൂസ്ലെസ്. അടുത്തത്, ന്യായപ്രമാണം ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രഹമായി തീർന്നു. നീ അനുസരിക്കുന്നില്ലെങ്കിൽ, നീ അനുസരിക്കാതെ ന്യായപ്രമാണത്തെ ലംഘിച്ചാൽ നീ അഗ്രകർമ്മമാണ് തുല്യനാ. ഒരു വ്യത്യാസമില്ല. യഹൂദനെ നിന്റെ പരിച്ഛേദനയിൽ നീ പ്രശംസിക്കുന്നില്ലേ? യു ആർ ബോസ്റ്റിംഗ് ഇൻ യുവർ സർക്കംസിഷൻ. ഈ ചിഹ്നത്തിൽ നിങ്ങൾ ഭയങ്കര ബോസ്റ്റിംഗ് അല്ലേ? പോള് പറയുക, നിങ്ങൾക്ക് അതുണ്ട്, ഓക്കെ, സമ്മതിച്ചു, പക്ഷെ അനുസരണയില്ല, പ്രമാണം ലംഘിക്കുക. അഗ്രചർമ്മി. 26-ാം വാക്യത്തിലേക്ക് വരുമ്പോ പുസ്തകം പറയുക, അഗ്രചർമ്മി ആയിട്ടുള്ള ജാതിയൻ അവന് ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പാലിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ അവൻ അഗ്രകർമ്മമുണ്ട്. ബട്ട് ഈസ് ഈക്വൽ ടു പരിച്ഛേദന എന്നുള്ളതില്ല. മനസ്സിലായത്? അതുകൊണ്ട് വാട്ട് ഈസ് ഇമ്പോർട്ടന്റ്? പ്രമാണം അനുസരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഇനിയും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ നമുക്ക് ഈ 29 വരെയുള്ള വാക്യങ്ങൾ തീർക്കണമല്ലോ. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്റെ പ്രിയരെ. ദൈവം തെരഞ്ഞെടുത്ത, വിളിച്ചു വേർതിരിച്ച ഇസ്രായേൽ, അബ്രഹാമിന്റെ സന്തതി, യാക്കോബിന്റെ ഇസഹാക്കിന്റെ സന്തതി പരമ്പരകളിൽ വന്ന ഇസ്രായേൽ എന്ന ജനത്തോട് ദൈവം ഇതാ ചെയ്തതെങ്കിൽ അസ്വാഭാവിക കൊമ്പുകളായിരുന്നു നമ്മൾ കേട്ടോ. 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ പഠിക്കുമല്ലോ. ദൈവം just pick it out and throw it away. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു പദവി, സഭ എന്ന പദവി, ഞാൻ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒന്നാട്ടോ. പഴയ നിയമ വിശുദ്ധന്മാർക്ക് പോലും ലഭിച്ചിട്ടില്ല. അവര് പോലും കൊതിയോടെ നോക്കുക, ദൈവത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഈ രഹസ്യം എന്താ? സഭ എന്ന രഹസ്യം. തന്റെ പുത്രന്റെ സഹോദരന്മാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാ നമ്മള്. എന്റെ പ്രിയരെ, പുത്രനുമായിട്ടുള്ള സദ്യവിരുന്നിൽ നമ്മൾ വീട്ടുകാരായിട്ടിരിക്കേണ്ടവരാ. എത്ര ശ്രേഷ്ഠമായ പദവിയാ. നമ്മളെ വളരെ ലാഘവത്തോടെ കാണരുതേ. ഹല്ലേലൂയ. എന്നിട്ട് 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്ക്. ഇത് കേട്ടപ്പോ യഹൂദൻ ഇരുന്ന് കാണത്തില്ല. നിങ്ങളെ വാക്യം ശരിക്കും വായിച്ചു നോക്കിയേ. യഹൂദനോട് പറയുക, നിന്നെ ആര് ന്യായം വിധിക്കുന്ന പറഞ്ഞത്? ആര് ന്യായം വിധിക്കുന്നു അവിടെ പറയുന്നത്? ആ വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. 27-ാം വാക്യത്തിൽ, സ്വഭാവത്താൽ അഗ്രകർമ്മിയായ ജാതി നിന്നെ ന്യായം വിധിക്കും. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള നിന്നെ അവൻ വിധിക്കയില്ലയോ? ജാതി നിന്നെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞപ്പോ അവനത് ബെയർ ചെയ്യാൻ പറ്റി കാണത്തില്ല. കാരണം അവനെ കുറിച്ച് അങ്ങനെ കരുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ശരിക്കും ആരാ ഒരു ശരിയായിട്ടുള്ള യഹൂദൻ എന്നതിന്റെ ഡെഫിനിഷനാണ്. ഹല്ലേലൂയ. ആരാ ശരിയായിട്ടുള്ള വാഗ്ദത്തപുത്രൻ? ആരാ ശരിയായിട്ടുള്ള വാഗ്ദത്തപുത്രൻ? ഇവിടെ പറയുകയാ, റോമാലേഖനം 28-29 വാക്യത്തിൽ. ഹല്ലേലൂയ. 28-29, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. ആരാ? എ ട്രൂ ജ്യൂ. ആരാ ഒരു വാഗ്ദത്ത പുത്രൻ? ആരാ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പുത്രന്മാർ? അകമേ യഹൂദനായവനാ, അകമേ ന്യായപ്രമാണം ഉള്ളിലുള്ളവനാ, അകമേ ആത്മാവിനാൽ വ്യത്യാസം വന്നവനാ. അവനാ ശരിക്കും വാഗ്ദത്ത പുത്രൻ. അവനെയാണ് ദൈവം അബ്രഹാമിൽ നിന്നെ ബഹുജാതിയാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്റെ പ്രിയരെ, ഈ ഒരു മാറ്റം നമ്മുടെ ഉള്ളങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ, we are the promised children, we are the called children, we are the set apart people. ഹല്ലേലൂയ. ന്യായപ്രമാണം ഉള്ളിലുള്ളവൻ, അകമേ ഹൃദയത്തിന് പരിച്ഛേദന വന്നിട്ടുള്ളവൻ,
ആത്മാവിനാൽ ഹൃദയങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുള്ളവൻ അവന്, അതായത് ഒരു വീണ്ടും ജനിച്ചവൻ. ഹല്ലേലൂയ. അവനാ വാഗ്ദത്ത പുത്രൻ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചോണം, നമുക്ക് ഈ നിലയിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇത് പുതിയതൊന്നും അല്ല പ്രിയരെ. ലേവ്യ പുസ്തകത്തിലേക്ക് പോയാലോ? ലേവ്യ പുസ്തകം വേഗം പോകാലോ. ലേവ്യ പുസ്തകം 26:41 ഞാൻ വായിക്കാം. 26 അധ്യായം 41 വാക്യം. ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും. See, Yahweh wants the circumcision of the heart. ദൈവം അവർക്ക് ഈ പരിച്ഛേദന കൊടുത്തപ്പോൾ ദൈവം ആഗ്രഹിച്ച് ഹൃദയത്തിന്റെ പരിച്ഛേദനയാ. അവര് തങ്ങളെ തന്നെ താഴ്ത്തിയില്ല. ഹൃദയത്തിന് പരിച്ഛേദനയില്ല അവർക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 10:16, Deuteronomy 10:16, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ. ആവർത്തന പുസ്തകത്തിൽ അവരോട് പറയുക, ഇനിമേൽ ദുശ്ശാഠ്യമുള്ളവരാകരുത്. ഹല്ലേലൂയ. ഡ്യൂട്രോണമി 30:6 വീണ്ടും നാം വായിക്കുകയാ, നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. എന്റെ പ്രിയരെ, ശരീരത്തിലുള്ള പരിച്ഛേദനയല്ല, ഹൃദയത്തിലുള്ള പരിച്ഛേദന. ഹൃദയത്തിന്റെ അഗ്രചർമ്മമാണ് നാം മാറ്റേണ്ടത്. ഇതാ രക്ഷയിൽ നമ്മൾ സംഭവിക്കുന്നത്. ക്രിസ്തുവേശുവിൽ നാം ആകുമ്പോൾ പ്രമാണം ഉള്ളിലാകും, ഹൃദയത്തിന് പരിച്ഛേദന വരും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വ്യത്യാസം വരും. അതുകൊണ്ടാ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ ഈസ് എ ന്യൂ ക്രിയേഷൻ. ഹല്ലേലൂയ. അവനൊരു പുതിയ സൃഷ്ടിയാകുന്നു. ഹല്ലേലൂയ. ഇവിടെ ശരിക്കും ഇതാ ഒരു ട്രൂ ജൂ, ഇതാ വാഗ്ദത്ത പുത്രൻ. ആരാ ഒരു വാഗ്ദത്ത പുത്രൻ? ന്യായപ്രമാണം അകത്തുള്ളവനാ, ഹൃദയത്തിൽ പരിച്ഛേദനയുള്ളവനാ, ആത്മാവിനാൽ ഹൃദയത്തിന് മാറ്റം വന്നവനാ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമ്മളോട്, ഇത് യഹൂദന്റെ കാര്യത്തിലാണ്, നമ്മളോട് ചേർത്ത് പറഞ്ഞാല് നമുക്കും ഇപ്രകാരം ഈ പുറമേയുള്ള ഇത് ഷോ ഓഫ് മാത്രമേ ഉള്ളൂ. നമ്മളും പല കാര്യങ്ങളിൽ അങ്ങനെയല്ലേ ഊറ്റം കൊള്ളുന്നത്. പുറമേയുള്ള മാറ്റമല്ല പ്രിയരെ, അകമേ മാറണം, അകത്തു മാറണം. അകമേ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വെള്ളത്തിൽ മുങ്ങി ഞാൻ സ്നാനപ്പെട്ടു, കർത്താവിനെ വാഗം ഏറ്റു പറഞ്ഞു രക്ഷിക്കപ്പെട്ടു, കുറച്ച് അന്യഭാഷയൊക്കെ അവിടെ നിന്നൊക്കെ പറഞ്ഞു, ആത്മാവിനെ പ്രാപിച്ചു, പിന്നെ അങ്ങ് പോവുക. എനിക്ക് തോന്നുന്നു ഇന്നൊരു നല്ല ശതമാനം പെന്തക്കോസ്റ്റുകാരുടെ ഒരു ചിന്ത ഈ സ്നാനത്തിൽ എന്തോ മാജിക്കലായിട്ട് സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. സ്നാനത്തിന് അതിൽ തന്നെ ഒരു ശക്തിയൊന്നുമില്ല. സ്നാനത്തിന് അതിൽ തന്നെ ഒരു ശക്തിയൊന്നുമില്ല. അതായത് ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ, വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ അയാള് മാജിക്കലി ഒരു പുതിയ മനുഷ്യനൊന്നും ആവുന്നില്ല. നമ്മൾ കൊല്ലാൻ വേണ്ടി ആരെങ്കിലും കുഴിച്ചിടുവോ? ഇല്ല. ചത്തവനെയാ കുഴിച്ചിടുക. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യയോടെ കേൾക്കണേ. സ്നാനത്തിന് അതിൽ തന്നെ വലിയ ശക്തിയൊന്നുമില്ല. രക്ഷിക്കപ്പെട്ടവർ ആണ് സ്നാനപ്പെടുന്നത്. ഞാൻ സ്നാനത്തിന് പ്രാധാന്യമില്ലെന്നല്ല പറഞ്ഞത്, ശക്തിയില്ലെന്നാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. അല്ലെങ്കിൽ ആ ബ്രദർ കണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറയും. നമ്മൾ പുതിയ സൃഷ്ടിയാവുന്നത് സ്നാനത്തിലല്ല, പുതിയ സൃഷ്ടിയാവുന്നത് നമ്മൾ ക്രിസ്തുവിലാകുമ്പോഴാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അതിന്റെ ഒരു പ്രത്യക്ഷതയിലുള്ള പ്രഖ്യാപനമാണ് നമ്മൾ ചെയ്യുന്ന സ്നാനം. അകമേ നടന്ന വ്യത്യാസത്തിന്റെ പുറമെയുള്ള സാക്ഷ്യം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു,
അകമേ വ്യത്യാസം നടന്നതിന്റെ പുറമേയുള്ള സാക്ഷ്യം. ഹല്ലേലൂയ. ഇന്ന് പക്ഷേ ഈ അകമേ മാറ്റമൊന്നുമില്ല, പുറമേയുള്ള യഹൂദനെ പോലെ പുറമേയുള്ള ഇതൊക്കെ ഉണ്ട്. എന്റെ പ്രിയ, നമ്മള് അല്പം ഒന്ന് ചിന്തിച്ചോണം, കർത്താവ് ഞാൻ ഏത് നിലയിലായിരിക്കുന്നത്? കർത്താവ് എന്റെ ഉള്ളങ്ങളിലേക്കാണ് നോക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ഉള്ളങ്ങളിൽ അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഹല്ലേലൂയ, ഞാനൊരു മുഖംമൂടിയൊക്കെ ഇട്ട് അങ്ങ് ജീവിക്കുകയെ. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് കേൾക്കേണ്ടി വരും. ഐ നെവർ ന്യൂ യു, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഇതാണോ ഞാൻ കേൾക്കാൻ പോകുന്നത്? എന്റെ ദൈവമേ, ഞാൻ ചിന്തിക്കുക, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കേൾക്കാവുന്നത് വേഴ്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു സെന്റൻസ് ആയിരിക്കും, ഐ നെവർ ന്യൂ, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ആരെ കുറിച്ചാ പറഞ്ഞത്? ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരെ കുറിച്ചാ പറഞ്ഞത്. കാപട്യം വിട്ട് മനസ്സൊരുക്കമുള്ളവരാവാൻ പേര്. കാപട്യം വിട്ട് നമ്മൾ പലതിലെയും ഊറ്റം കൊള്ളുന്നത് അതൊക്കെ അങ്ങ് വിട്ടിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് താഴാം. ഹല്ലേലൂയ. അതുകൊണ്ടാ കർത്താവ് പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ. ഈ വചനത്തിങ്കിലേക്ക് നമ്മൾ എത്രത്തോളം അടുത്തു വരുന്നു അത്രത്തോളം നമ്മളിൽ ഉണ്ടാവേണ്ട ഭാവം എന്താ? ആത്മാവിലെ ദാരിദ്ര്യമാണ്. നീതിക്കായിട്ട് വിശന്ന് ദാഹിക്കുന്നു. അതിലേക്കാണ് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്. അതാ ഒരു ട്രൂ ബൈബിൾ സ്റ്റഡി നമ്മളിലേക്ക് കൊണ്ടുപോകേണ്ടത്. കർത്താവെ, അവിടുത്തെ പരിശുദ്ധിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ I'm nothing. I have a long way to go. ഈ ഒരു ബോധ്യം ഉണ്ടാകും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ 29 വരെയുള്ള വാക്യങ്ങൾ, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദന എത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ പുകഴ്ച ലഭിക്കും. എനിക്കത് കിട്ടുമോ? കർത്താവ് നല്ലവനും വിശ്വസ്തനുമായ ദാസനേ ദാസിയേ എന്നുള്ളതാണോ? മനുഷ്യരൊക്കെ എന്നെ പുകഴ്ന്നു, പക്ഷേ കർത്താവിന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ ഐ നെവർ ന്യൂ, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണോ? അങ്ങനെയെങ്കിൽ ദൈവത്താലുള്ള പുകഴ്ച ലഭിക്കാത്തവരാ പ്രിയരെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു പാട്ടിന്റെ 2 ഇരടികൾ മാത്രം പാടി നമുക്ക്